ഞായറാഴ്ച ഒരു ദിവസം ലീവ് കിട്ടുമ്പോൾ ചെയ്യാൻ വേണ്ടി മാറ്റിവെച്ച കുറേ പണികളുണ്ടാവും. അതിലൊന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏട്ടെ. അവിടെ ടെറസിൻ്റെ മുകളിലാണ്. ഞാൻ വേഗം താഴോട്ടേക്ക് വന്ന് മക്കൾക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും പഠിപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. അയാൻ പിന്നെ തനിയെ പഠിച്ചോളും, ട്യൂഷന് പോകുന്നുണ്ട്. നോക്കട്ടെ, രാവിലെ എണീറ്റപ്പോൾ കണ്ണിന് എന്തോ പറ്റിയിട്ടുണ്ട് അവന്തികയുടെ. ചെറുതായിട്ടൊരു വീക്കമുണ്ട്. അത് കാണിച്ചു തന്ന് പിന്നെ എക്സാമിന് വേണ്ടി കുറച്ചൊക്കെ പഠിച്ചപ്പോൾ പിന്നെ അച്ഛൻ എന്താ ചെയ്യുന്നതെന്ന് അറിയാഞ്ഞിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവിടെ ഇരിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല രണ്ടുപേർക്കും. അയാൻ പിന്നെ നേരത്തെ പോയി അച്ഛനെ സഹായിക്കാൻ വേണ്ടിയിട്ട്. ബാക്കി രണ്ടുപേരും അവിടെ എന്താ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ തിരക്ക് പിടിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോഴേക്കും വൈകുന്നേരമായി. പിന്നെ എന്താ ഉണ്ടാക്കുക, വീഡിയോയിലൊക്കെ നോക്കിക്കൊണ്ടിരുന്ന് കുനാഫ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ അതിന് വേണ്ട സാധനങ്ങൾ തിരഞ്ഞെടുക്കുകയാണ്. അതാണോ? അല്ല, നാട്ടിൽ നിന്ന് വരുമ്പോൾ സാധനങ്ങൾ വാങ്ങിയ കൂട്ടത്തിൽ കുനാഫ ഉണ്ടാക്കാമെന്നും പറഞ്ഞിട്ട് വാങ്ങിയ സാധനം കേട്ടോ. ഇത് വാങ്ങിയിട്ട് കുറച്ച് ദിവസമായി. ഇപ്പോഴാണ് അതിൻ്റെ സമയമായത്. അങ്ങനെ പാൽപ്പൊടീൻ്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായി. ഇതിനു വേണ്ടി എടുത്തു വെച്ച സാധനങ്ങൾ ഓരോന്നോരോന്നായിട്ട് അവരെടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ലാസ്റ്റ് അതിൻ്റെ മുകളിൽ മൊസറല്ല ചീസും വെച്ച് ഏകദേശം അതിന് മൊത്തത്തിൽ റെഡിയാക്കി എടുത്തു കേട്ടോ. 3 പേരും ഇവിടെ നിന്നാൽ റെഡി ആവില്ല എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഞാൻ 3 എണ്ണത്തിനെയും അടുക്കളയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ ഇത് ഉണ്ടാക്കാനുള്ള നേരം ഉണ്ടാവില്ല. അപ്പോഴേക്കും ഓരോന്നോരോന്ന് എടുത്ത് തീർത്ത് കളയും. അങ്ങനെ കുനാഫ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഉണ്ടാക്കി വെച്ച ചട്ടിയിൽ നിന്ന് വാരിയിട്ട് അവന്തികയുടെ കൈയൊന്ന് പൊള്ളിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മരുന്നും തേച്ചിരിക്കുകയാണ് അവള്. ചൂടാണ്. ചൂടുണ്ടോ? ചെറിയ ചൂട്. കഴിച്ചോക്ക്, കഴിച്ചോക്ക്. ഇത്തിരി കൈ പൊള്ളി. അങ്ങനെ 3 പേർക്കും ഇഷ്ടമായി. മൊത്തത്തിൽ അവർ കാലിയാക്കിയിട്ടുണ്ട്. പിന്നെ രാത്രിത്തേക്ക് കുറച്ച് ചിക്കൻ വാങ്ങിച്ചുകൊണ്ടുവന്ന് ചിക്കൻ്റെ കറിയിട്ട് തിരക്കിലായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ ബാക്കി വീഡിയോസൊക്കെ എടുക്കാൻ മറന്നുപോയി. അങ്ങനെ ചിക്കൻ കറി ഉണ്ടാക്കി ഞങ്ങൾ രാത്രിത്തെ ഫുഡും കഴിച്ച്. അത്രയേ ഉള്ളൂ ഇന്നത്തെ സൺഡേ.